നമസ്കാരം എല്ലാവർക്കും. സ്പാർക്ലിംഗ് ലൂണയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂസ് കേസിലെ മോഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. സോ കണ്ടിന്യൂസ് കേസിലെ മോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ദാറ്റ് ഈസ് L1 പ്ലസ് F1 മൈനസ് F0 ഇൻറ്റു C ഡിവൈഡഡ് ബൈ 2F1 മൈനസ് F0 മൈനസ് F2. ഈ ഒരു ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിരിക്കണം. മോഡ് ഇൻ ദ കേസ് ഓഫ് കണ്ടിന്യൂസ് സീരീസ് എന്താ? L1 പ്ലസ് F1 മൈനസ് F0 ഇൻറ്റു C ബൈ 2F1 മൈനസ് F0 മൈനസ് F2, where L1 is the lower limit of the model class, C is the width of the model class, and F1 is the frequency of the model class. F0 is the frequency of the class just preceding the model class, and F2 is the frequency of the class succeeding the model class. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് ഇതൊക്കെ വെച്ചിട്ട് ഈ L1 ഒക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ F1ഉം F0 ഒക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് ഒരു പ്രോബ്ലത്തിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുവാണ്. ഇവിടെ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് മോഡ് ഓഫ് ദി ഫോളോയിങ് ഡേറ്റ. ഇവിടെ ക്ലാസ് തന്നിട്ടുണ്ട് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70 and 70 to 80. Frequency 2, 18, 30, 45, 35, 20, 6 and 4. അപ്പം നമ്മൾ നേരത്തെ ഡിസ്ക്രീറ്റ് കേസിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് ഗ്രൂപ്പിംഗ് ടേബിൾ ആദ്യം നമ്മൾ ഫോം ചെയ്യുന്നു. ഗ്രൂപ്പിംഗ് ടേബിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ഗ്രൂപ്പിംഗ് ടേബിൾ എങ്ങനെ ഫോം ചെയ്യാം എന്നുള്ളത്. ഇവിടെ നമ്മൾ നമ്പർ ഇട്ട് കൊടുക്കുക 1, 2, 3, 4, 5 and 6. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ നമ്പർ ഇടുക 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ. സോ നമുക്ക് തന്നിട്ടുള്ള ഫ്രീക്വൻസിയാണ് ഫസ്റ്റ് കോളത്തിൽ വരുന്നത്. സെക്കൻഡ് കോളത്തിൽ വരുന്നത് ആദ്യത്തെ രണ്ട് ഫ്രീക്വൻസി ആഡ് ചെയ്യുക. 2 പ്ലസ് 18 അത് എത്രയാ വരുന്നത്? 20. ആ 20 എനിക്ക് ഇവിടെ വേണമെങ്കിൽ എഴുതാം, ഇവിടെ വേണമെങ്കിലും എഴുതാം. സോ ഞാൻ ഇവിടെ 20 എഴുതി. എന്നിട്ട് നമ്മൾ ഈ 2യുടെ നേരെ നമ്മൾ കൊടുത്ത നമ്പർ 1 ആണ്, 18ന്റെ നേരെ നമ്മൾ കൊടുത്ത നമ്പർ 2 ആണ്. അപ്പൊ ഞാൻ ഇവിടെ 1 പ്ലസ് 2 എന്ന് എഴുതും. ഇനി അതിനുശേഷം ഈ രണ്ട് 30ഉം 45ഉം ആഡ് ചെയ്യുന്നു. അപ്പൊ എത്ര കിട്ടും? 75. സോ 75 ഞാൻ ഇവിടെ എഴുതുന്നു. എന്നിട്ട് 30യുടെ നേരെ 3 എന്നാണ് ഞാൻ നമ്പർ കൊടുത്തത്, 45 4 ആണ്. സോ 3 പ്ലസ് 4 എന്ന് എഴുതുന്നു. 3 പ്ലസ് 4. അതിനുശേഷം 35 പ്ലസ് 20 55 എന്ന് വരുന്നുണ്ട്. അവിടെ വരുമ്പോൾ 5 പ്ലസ് 6 എന്ന് വരുന്നു. ദെൻ 6 പ്ലസ് 4 ചെയ്യുമ്പോൾ 10 ആണ് വരുന്നത്. സോ 7 പ്ലസ് 8 എന്ന് ഇടാം. 7 പ്ലസ് 8. ഇനി തേർഡ് കോളം കിട്ടാനായിട്ട് എന്താ ചെയ്തത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ ഫ്രീക്വൻസി ലീവ് ചെയ്യുക, എന്നിട്ട് രണ്ടെണ്ണം വെച്ച് ആഡ് ചെയ്യുക. സോ 18 പ്ലസ് 30 48. ആ 48 എനിക്ക് ഇവിടെ വേണമെങ്കിലും എഴുതാം, ഇവിടെ വേണമെങ്കിലും എഴുതാം. ഞാൻ ഇപ്പോൾ ഇവിടെ എഴുതുവാണ്. 2 പ്ലസ് 3 എന്ന് എഴുതുന്നു. 2 പ്ലസ് 3. ഇനി 45 പ്ലസ് 35 ചെയ്യുമ്പോൾ എനിക്ക് 80 കിട്ടും. അതെനിക്ക് ഇവിടെ വേണമെങ്കിൽ എഴുതാം, ഇവിടെ വേണമെങ്കിലും എഴുതാം. ഞാനിപ്പോൾ ഇവിടെ എഴുതുന്നു. അപ്പോൾ 45ന്റെ നേരെ കാണുന്ന നമ്പർ 4ഉം 35ന്റെ നേരെ കാണുന്ന നമ്പർ 5ഉം ആണ്. സോ 4 പ്ലസ് 5 എന്ന് എഴുതുന്നു. ദെൻ 20 പ്ലസ് 6 ചെയ്യുമ്പോൾ 26 എന്ന് കിട്ടി. സോ 6 പ്ലസ് 7 എന്ന് കൊടുക്കും. ഇനി ബാക്കി ഒരു 4 ആണ്. നമുക്ക് രണ്ടെണ്ണം വെച്ച് ആഡ് ചെയ്യാനില്ലാത്തത് കാരണം 4നെ അങ്ങ് ലീവ് ചെയ്യാം.
ഇനി ഫോർത്ത് കോളം കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ 3 ഫ്രീക്വൻസി ആഡ് ചെയ്യാം. 2 പ്ലസ് 18 20, 20 പ്ലസ് 30 50. ആ 50 എനിക്ക് ഇവിടെ വേണമെങ്കിൽ എഴുതാം, ഇവിടെ വേണമെങ്കിൽ എഴുതാം, ഇവിടെ വേണമെങ്കിലും എഴുതാം. ഞാനിപ്പോ ഇവിടെയാണ് എഴുതുന്നത്. ഓക്കെ. എന്നിട്ട് 50 എന്ന് പറഞ്ഞിട്ട് ഇത് മൂന്നും ആഡ് ചെയ്തതാണ്. അപ്പൊ ഞാൻ 1 പ്ലസ് 2 പ്ലസ് 3 എന്നെഴുതും. ഇനി അതിന് ശേഷം അടുത്ത 3 ആഡ് ചെയ്യുന്നത്. 45 പ്ലസ് 35 പ്ലസ് 20. അത് ചെയ്യുമ്പോൾ എനിക്ക് 100 ആണ് കിട്ടുന്നത്. ഞാനിപ്പോ ആ 100 ഇവിടെ എഴുതുന്നു. അതിന്റെ നേരെയുള്ള നമ്പർ 4 പ്ലസ് 5 പ്ലസ് 6. പിന്നെ ബാക്കി 6ഉം 4 ആണ്. നമുക്കിവിടെ 3 വെച്ച് ആഡ് ചെയ്യാനില്ലാത്തത് കാരണം ആ 6നെയും 4നെയും ലീവ് ചെയ്യും. ഇനി നമുക്ക് 5th കോളമാണ് വേണ്ടത്. 5th കോളം കിട്ടാനായിട്ട് ആദ്യത്തെ ഫ്രീക്വൻസിയെ ലീവ് ചെയ്യുക. ഇനി 3 വെച്ച് ആഡ് ചെയ്യുക. 18 പ്ലസ് 30 പ്ലസ് 45. ഇത് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 93 എന്നാണ്. ആ 93 എനിക്ക് ഇവിടെ വേണമെങ്കിൽ എഴുതാം, ഇവിടെ വേണമെങ്കിൽ എഴുതാം, ഇവിടെ വേണമെങ്കിലും എഴുതാം. ഞാനിപ്പം ഇവിടെ എഴുതുന്നു 93. ആ 93 കിട്ടിയത് 2 പ്ലസ് 3 പ്ലസ് 4 ചെയ്തപ്പോഴാണ്. സോ 2 പ്ലസ് 3 പ്ലസ് 4. ഇനി അതിനുശേഷം അടുത്ത 3 ആഡ് ചെയ്യാം. 35 പ്ലസ് 20 പ്ലസ് 6. അത് ചെയ്യുമ്പോൾ 61 ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ നേരെയുള്ള നമ്പർ 5 പ്ലസ് 6 പ്ലസ് 7. ഓക്കെ. അപ്പൊ അതോടുകൂടി നമ്മുടെ പിന്നെ ഒരു 4 മാത്രമേ ഉള്ളൂ. നമുക്ക് 3 വെച്ച് ആഡ് ചെയ്യാനില്ലാത്തത് കാരണം ആ 4നെ അങ്ങ് ലീവ് ചെയ്യാം. അപ്പൊ അതോടുകൂടി 5th കോളം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വേണ്ടത് 6th കോളമാണ് വേണ്ടത്. 6th കോളം കിട്ടാനായിട്ട് ആദ്യത്തെ 2 ഫ്രീക്വൻസി ലീവ് ചെയ്യുക. അതിനുശേഷം 3 ഫ്രീക്വൻസി എടുക്കുക, ആഡ് ചെയ്യുക. 30 പ്ലസ് 45 പ്ലസ് 35 ചെയ്യുമ്പോൾ എനിക്ക് 110 ആണ്. ആ 110 എനിക്ക് ഇവിടെ വേണമെങ്കിൽ എഴുതാം, ഇവിടെ വേണമെങ്കിൽ എഴുതാം, ഇവിടെ വേണമെങ്കിൽ എഴുതാം. ഞാനിപ്പോ ഇവിടെ 110 എഴുതുന്നു. സോ 110ന്റെ നേരെ എന്ന് പറയുമ്പോൾ ആ നമ്പർ എഴുതേണ്ടത് 3 പ്ലസ് 4 പ്ലസ് 5 ആണ്. 3 പ്ലസ് 4 പ്ലസ് 5. അതിനുശേഷം അടുത്ത 3 ആഡ് ചെയ്യുക. 20 പ്ലസ് 6 പ്ലസ് 4 ദാറ്റ് ഈസ് 30. 30 എന്ന് എഴുതുന്നു. അപ്പം നമ്പർ 6 പ്ലസ് 7 പ്ലസ് 8 എന്ന് എഴുതുക. 6 പ്ലസ് 7 പ്ലസ് 8. അപ്പൊ അതോടുകൂടി 6th കോളം നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങനെയാണ് ഗ്രൂപ്പിംഗ് ടേബിൾ ഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് എങ്ങനെയാണ് അനാലിസിസ് ടേബിൾ ഫോം ചെയ്യുന്നത് എന്ന് നോക്കാം. സോ നമുക്കിനി അടുത്തതായിട്ട് വേണ്ടത് അനാലിസിസ് ടേബിൾ ആണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇതിനെ നമ്പർ ഇടുക. 1 2 3 4 5 6. അനാലിസിസ് ടേബിളിൽ ഒരു കോളം കൂടി കൂടും അല്ലെ, ഒരു ടോട്ടൽ എന്ന് പറയുന്ന ഒരു കോളം കൂടി വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിന് 1 2 3 4 5 6 7 8 ഇങ്ങനെ നമ്മൾ നമ്പർ ഇടുക. നമ്മൾ അനാലിസിസ് ടേബിൾ ഫോം ചെയ്യാനായിട്ട് നമുക്ക് ഗ്രൂപ്പിംഗ് ടേബിൾ വേണം. അപ്പൊ നമ്മൾ ഗ്രൂപ്പിംഗ് ടേബിളില് ഏറ്റവും വലിയ വാല്യൂ ഏതാണെന്ന് നോക്കുക. ഇവിടുത്തെ ഏറ്റവും വലിയ വാല്യൂ 45 ആണ്. 45ന്റെ നേരെ നമ്മളിട്ട ഒരു നമ്പർ 4 ആണ്. അപ്പൊ ഫസ്റ്റ് കോളം എടുക്കുക. എന്നിട്ട് 4ന്റെ നേരെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇൻറ്റു മാർക്ക് ചെയ്യാം. ഇനി നമ്മള് സെക്കൻഡ് കോളം നോക്കുക. സെക്കൻഡ് കോളത്തിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാണ്? 75. ആ 75ന്റെ നേരെ നമ്മൾ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്ന നമ്പർ 3ഉം 4ഉം ആണ്. സോ സെക്കൻഡ് കോളത്തില് ഈ 3യുടെ നേരെയും 4ന്റെ നേരെയും ഇൻറ്റു മാർക്ക് ചെയ്യാം. ദെൻ ഇനി തേർഡ് കോളത്തിൽ ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് 80 ആണ്. 80യുടെ നേരെയുള്ള നമ്പർ 4ഉം 5ഉം ആണ്. സോ തേർഡ് കോളത്തില് 4ന്റെ നേരെയും 5ന്റെ നേരെയും ഇൻറ്റു മാർക്ക് ചെയ്യാം. ദെൻ ഇനി ഫോർത്ത് കോളത്തില് ഏറ്റവും വലിയ വാല്യൂ വരുന്നത് 100 ആണ്. അപ്പൊ അവിടുത്തെ നമ്പർ ബ്രാക്കറ്റിലെ നമ്പർ 4 5 6 ആണ്. സോ ഫോർത്ത് കോളത്തില് 4ന്റെ നേരെയും
5ന്റെ നേരെയും 6ന്റെ നേരെയും ഇൻറ്റു മാർക്ക് ചെയ്യാം. ദെൻ ഫിഫ്ത്ത് കോളത്തിൽ ഏറ്റവും വലിയ വാല്യൂ വരുന്നത് 93. സോ 93യുടെ നേരെ വരുന്ന നമ്പർ 2, 3, 4 ആണ്. സോ ഫിഫ്ത്ത് കോളത്തില് 2ന്റെ നേരെയും 3ന്റെ നേരെയും 4ന്റെ നേരെയും ഇൻറ്റു മാർക്ക് ചെയ്യാം. ദെൻ സിക്സ്ത് കോളത്തിൽ ഏറ്റവും വലിയ വാല്യൂ വരുന്നത് 110 ആണ്. 110ന്റെ നേരെ കാണുന്ന നമ്പർ 3, 4, 5 ആണ്. സോ സിക്സ്ത് കോളത്തില് 3ന്റെ നേരെയും 4ന്റെ നേരെയും 5ന്റെ നേരെയും മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ടോട്ടൽ എത്ര ഇൻറ്റു മാർക്ക്, സെക്കൻഡ് കോളത്തില് എത്ര ഇൻറ്റു മാർക്ക് ഉണ്ട്? 1. ഇവിടെ തേർഡ് കോളത്തില് 1, 2, 3 ആണ് വരുന്നത്. ഇവിടെ ആണെങ്കിൽ 1, 2, 3, 4, 5, 6 വരുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ 1, 2, 3, ഇവിടെ ആണെങ്കിൽ എന്താ വരുന്നത്? 1 ആണ്. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാണ് നോക്കാം. അത് 6 ആണ്. ആ 6ന് നേരെ വരുന്ന ക്ലാസ് ഏതാണ്? 30 to 40 ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഗ്രൂപ്പിംഗ് ടേബിളില് ഈ 30 to 40 നമ്മൾ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യുക. ഈ ക്ലാസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് മോഡൽ ക്ലാസ് എന്ന് പറയുന്നത്. എന്താണ്? മോഡൽ ക്ലാസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇനി മോഡൽ ക്ലാസിന്റെ നേരെയുള്ള ഫ്രീക്വൻസി ആണ് എന്ത്? F1 എന്ന് പറയുന്നത്. ഇതിന് തൊട്ട് മുമ്പിലുള്ള ഫ്രീക്വൻസിനെ പറയുന്ന പേരാണ് F0. ഈ F1ന്റെ താഴെ വരുന്ന ഫ്രീക്വൻസിനെ പറയുന്ന പേരാണ് F2 എന്നുള്ളത്. അപ്പൊ നമുക്കിനി ഫോർമുലയിലോട്ട് പോകാം. മോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലെ? മോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതാണ്. L1 plus F1 minus F0 into C divided by 2F1 minus F0 minus F2. ഇതാണ് മോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. L1 എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് ദി മോഡൽ ക്ലാസ് ആണ്. സോ ഇവിടുത്തെ മോഡൽ ക്ലാസ് ഏതാണ്? 30 to 40. അതിന്റെ ലോവർ ലിമിറ്റ് എന്താണ്? 30. സോ ഇവിടെ L1 എന്ന് പറയുന്നത് എത്രയാണ്? L1 is equal to 30. F1, F0, F2 എല്ലാം നമ്മൾ മാർക്ക് ചെയ്തു. ഇനി എനിക്ക് വേണ്ടത് C ആണ്. C എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദ മോഡൽ ക്ലാസ്. നമ്മൾ വിഡ്ത്ത് എങ്ങനെയാ കാണേണ്ടത്? ഇവിടെ മോഡൽ ക്ലാസ് 30 to 40 ആണ്. വിഡ്ത്ത് കാണാൻ 40 minus 30 ചെയ്യാം. 40 minus 30 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 10 ആണ് കിട്ടുന്നത് അല്ലെ? പിന്നെ ഞാൻ F1, F0 ഒക്കെ ഞാൻ ഒന്നും കൂടി എഴുതുവാണ്. ഇവിടെ F1 എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ F1 എന്ന് പറയുന്നത് എത്രയാണ്? 45. അത് ഞാൻ ഇവിടെ എഴുതുന്നു 45. F0 എത്രയാണ്? 30. F0 എന്ന് പറയുന്നത് 30. F2 എത്രയാണ്? 35. So F2 is 35. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വാല്യൂസ് എല്ലാം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ L1 ഇവിടെ എത്രയാണ്? 30 പ്ലസ് F1 എന്ന് പറയുന്നത് 45 മൈനസ് F0 എന്ന് പറയുന്നത് 30 ഇൻറ്റു C എന്ന് പറയുന്നത് 10 ആണ് ഡിവൈഡഡ് ബൈ 2 into F1 എന്ന് പറയുന്നത് 45 മൈനസ് F0 എന്ന് പറയുന്നത് 30 മൈനസ് F2 എന്ന് പറയുന്നത് 35 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 30 പ്ലസ് 45 മൈനസ് 30 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 15 എന്നാണ്. 15 into 10 divided by 2 into 45 90 മൈനസ് ഈ 30 അതുപോലെ എഴുതുക മൈനസ് 35 and that is equal to 30 plus 15 into 10 which is 150
ഡിവൈഡഡ് ബൈ 90 മൈനസ് 30 മൈനസ് 35 ചെയ്യുമ്പോൾ എനിക്ക് 25 എന്നാണ് കിട്ടുന്നത്. ആൻഡ് this is equal to 30 plus 150 divided by 25 ചെയ്യുമ്പോൾ എനിക്ക് 6 ആണ് കിട്ടുന്നത്. 30 plus 6 ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ ആയിട്ട് വരുന്നത് 36 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ മോഡ് എന്ന് പറയുന്നത് ഇവിടെ 36 ആണ്. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു പുതിയ ടോപ്പിക്കുമായി കാണാം. താങ്ക് യു.